എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് 2024 റിസൾട്ട് മെയ് 5-ന് വരുമോ? റിസൾട്ട് വന്ന ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 റിസൾട്ട് മെയ് 5-ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. +2 റിസൾട്ട് വന്ന ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 റിസൾട്ട് മെയ് 5-ന് വരുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തന്നെ ഇന്ന് 25-ആണ്. അതുകൊണ്ട് തന്നെ മെയ് 5-ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. റിസൾട്ടിൻ്റെ കാര്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ, കാരണം ഇന്നേക്ക് 10-ാം ദിവസം ആകുമ്പോൾ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മെയ് 5-ന് എന്തായാലും വരില്ല. പക്ഷേ 5-ന് വരില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ മെയ് 5-ന് വരാൻ സാധ്യതയില്ല എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുന്നത്. കാരണം മെയ് 5-ന് എന്തായാലും റിസൾട്ട് വരികയില്ല എന്ന് തന്നെയാണ് ഒരു 90% നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 25-നാണ് +2 പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ കണക്കിന് 20 ദിവസങ്ങൾക്ക് മുന്നേ എന്നൊക്കെ പറയുമ്പോൾ റിസൾട്ട് +2വിൻ്റെ വാല്യുവേഷൻ എന്ത് ചെയ്യുന്നേ ഉള്ളൂ, ഇപ്പോൾ കഴിയാനാകുന്നേ ഉള്ളൂ. വാല്യുവേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ ടാബുലേഷൻ വർക്കുകൾക്കും കൂടി ശേഷം മാത്രമേ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിക്കൂ. പിന്നെ മെയ് 5-ന് +2 റിസൾട്ട് വരികയാണെങ്കിൽ മെയ് 1-ാം തീയതിയോടെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, SLC റിസൾട്ട് പുറത്തു വരേണ്ടി വരും. കാരണം എല്ലാ വർഷവും SLC റിസൾട്ട് പുറത്തു വിട്ടതിന് ശേഷം മാത്രമേ, SLC റിസൾട്ട് വന്നതിന് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്താലും +2 റിസൾട്ട് പുറത്തു വിടുകയുള്ളൂ. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യില്ല, മെയ് 5-ന് വരികയില്ല എന്നാണ് നമുക്കിപ്പോൾ നമ്മുടെ ഒരു നിഗമനം. കാരണം എന്ന് വെച്ചാൽ SLC റിസൾട്ടിൻ്റെ ഡേറ്റ് പോലും ഇതുവരെ കൺഫർമേഷൻ ആയിട്ടില്ല. എന്തായാലും ശരി, SLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ, SLC റിസൾട്ടിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, +2 റിസൾട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുകയുള്ളൂ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തു വിടുകയുള്ളെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഏതായാലും ഇപ്പോൾ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മെയ് 5-ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. റിസൾട്ട് വന്നു കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം 5-6 വെബ്സൈറ്റുകളിലൊക്കെ റിസൾട്ട് പരിശോധിക്കാൻ പറ്റും. kerala-results.nic.in, kite.kerala.gov.in എന്നിങ്ങനെ കുറച്ച് വെബ്സൈറ്റുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് prd.kerala.gov.in, prd.kerala.gov.in എന്നിങ്ങനെ 5-6 വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പരിശോധിക്കാൻ പറ്റിയിരുന്നു. ഈ വർഷവും നിങ്ങൾക്ക് അതേതാ വെബ്സൈറ്റിൽ തന്നെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ DHSC സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2024 എന്ന് പറഞ്ഞായിരിക്കും റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. DHSC സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2024 എന്ന് എന്തായിരിക്കും അവിടെ ഈ ലിങ്ക് പ്രസിദ്ധീകരിക്കും. അതിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, റിസൾട്ട് പരിശോധിക്കാൻ. അതിലുള്ള നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയ ശേഷമാണ് റിസൾട്ട് പരിശോധിക്കേണ്ടത്. അപ്പോൾ റിസൾട്ട് മെയ് 5-ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.